So myself Anjali Ruthi. ഞാൻ ID number 735 contestant ആണ്. സോ ഞാൻ YIP 2018 അപ്ലൈ ചെയ്തതാണ്. അതായത് ഞാനൊരു 8th ഗ്രേഡ് ആയപ്പം അപ്ലൈ ചെയ്തതാണ്. സോ അന്ന് എനിക്ക് ഇത്ര വൈഡ് പ്ലാറ്റ്ഫോമിലോട്ടൊന്നും എക്സ്പോഷർ ഇല്ലായിരുന്നു, പ്രസൻറ്റേഷൻ സ്കിൽസ് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. സോ YIP സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവർ നമുക്ക് കുറേ മെൻറ്ററി സെഷൻസ് തന്നു. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഒരു സ്ലൈഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഇതിനെ പറ്റി ഒരു വ്യക്തമായ ഒരു ഐഡിയ തന്നെ നമുക്ക് തന്നു. അത് വെച്ചിട്ടാണ് പിന്നെയുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇത്രയും നാളും, അതായത് ഇപ്പോൾ 2024 വരെയും ഇവർ കുറേ ഇവാലുവേഷൻ സെക്ഷൻസ് നടത്തിയിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം അവർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും അവർക്ക് തോന്നുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു പുതിയ ഐഡിയ വരും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ഇച്ചിരി സിമ്പിളാക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ ഒത്തിരി ഇംപ്രൂവൈസ് ചെയ്യാനും റിഫൈൻ ചെയ്യാനും പറ്റി. സോ എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റും എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ YIP ഓരോ സെഷൻസിലും അവർ നമ്മളോട് പറയും ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിപ്പം ഇച്ചിരി കൂടെ പ്രോഡക്റ്റിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഓൺ ഐഡിയാസ് നമുക്ക് തരും. മെൻറ്റേഴ്സ് ആയാലും അവർ നമ്മൾക്ക് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഹായ്, എൻ്റെ പേര് ബാലു. എൻ്റെ YIP ID 2670. ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര് ട്രാവൽമെറ്റ് എന്നാണ്. ട്രാവൽമെറ്റ് ബേസിക്കലി ഒരു ട്രാവൽ കമ്പാനിയൻ ആപ്പാണ്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് വരെ KDISCിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഇപ്പോൾ ഡിസൈൻ തിങ്കിങ് തൊട്ട് ഞങ്ങളുടെ ഐഡിയ ഫോർമാറ്റ് ചെയ്ത് അതിനൊരു കറക്റ്റ് ഷേപ്പിൽ എത്തിക്കാനായിട്ട് ഡിസൈൻ തിങ്കിങ് പോലുള്ള വർക്ക്ഷോപ്പുകൾ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ ഫണ്ടിങ്ങിൻ്റെ കേസ് ആണെങ്കിലും 1 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ 1 ലക്ഷം രൂപ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റി. ആ ഒരു ഫണ്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് വരെ എത്തിച്ചത്. സോ YIPയുടെ സപ്പോർട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനിയും ഒരു സപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അമീഷ മനോജ്. എൻ്റെ പേര് ജെന്നി. ഞങ്ങൾ YIP 3.0 പാർട്ടിസിപ്പൻസ് ആയിരുന്നു. ഞങ്ങളുടെ ID 2751. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിൻ. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ +1 സ്റ്റുഡൻസ് ആയിരുന്നു. എന്നാൽ ഞാനിപ്പോൾ TTC കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ BSc ഫിസിക്സ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. YIP തുടങ്ങുന്ന സമയത്ത് ഞങ്ങളിത് ഒരു റിസർച്ച് ടൈപ്പ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു ബിസിനസ് സാധ്യതയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് YIPയിലൂടെയാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള മെൻറ്ററിങ് സപ്പോർട്ടും ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു ബിസിനസ് എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. YIPയിലൂടെ അതിന് നന്ദി പറയുന്നു. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ എബിൻ ജോയ്. ഞാൻ വെറ്റിനറി മെഡിസിൻ ഗ്രാജുവേറ്റ് ആണ്. സോ YIP എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് ഇയർ ആണ്. YIP 3.0 ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞങ്ങളുടെ ഐഡിയ ഒരു മൾട്ടിപ്പിൾ വെറ്റിനറി സർവീസുകളുടെ ഒരു വെബ്സൈറ്റ് ആകും. വെറ്റിനറി കൺസൾട്ടേഷൻ, പെറ്റ് മാട്രിമോണി, അതുപോലെ പെറ്റ് പ്രോഡക്ട്സിൻ്റെ സെയിൽ, അങ്ങനെ മൾട്ടിപ്പിൾ സർവീസുകളുള്ളൊരു വെറ്റിനറി ജേർണിയിലാണ് ഞങ്ങൾ പിച്ചിങ്ങും സ്കെയിലിംഗ് അപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ നടത്തി ഞങ്ങൾ ഏറ്റവും അവസാനം പെറ്റ് മാട്രിമോണിയിലേക്ക് ഫോക്കസ് ചെയ്യും. ഞങ്ങൾക്ക് YIPന്ന് ഓൾമോസ്റ്റ് 1.5 lakhs ഫണ്ടിങ് കിട്ടി. ഞങ്ങളത് ഉപയോഗിച്ചൊരു ഡൊമൈൻ വാങ്ങി ഞങ്ങളൊരു വെബ്സൈറ്റ് ഇതിനായിട്ട് ഉണ്ടാക്കി. റീസെൻ്റ്ലി vetigo.pet എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡൊമൈൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. കറൻ്റ്ലി വി ഹാവ് അബൌട്ട് 100 active users. So that's my journey. Thank you. Hi everyone, my name is Sangeeta. I'm from Saharadaya College of Engineering and Technology. YIP 3.0 state level winning ആയിട്ടുള്ള ഒരു ടീമിലെ അംഗമാണ് ഞാൻ. So our idea was basically development of a biopreservative for Ayurveda formulations. So our ID is 20 YIP 2466. And initially നമ്മളൊരു ചെറിയ തോട്ട് പ്രോസസ്സായിട്ട് തുടങ്ങിയതായിരുന്നു ഈ ഒരു ബയോപ്രിസർവേറ്റീവ് എന്തുകൊണ്ട് പ്യുവർലി ഹെർബൽ ബേസ്ഡ് ബയോപ്രിസർവേറ്റീവ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒരു ഐഡിയ ആയിരുന്നു. പിന്നീട് YIPയിൽ രജിസ്റ്റർ ചെയ്ത് YIPയുടെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ കടന്നു പോയപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് എന്ന ഫോമിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കമേഴ്ഷ്യലൈസേഷനെ പറ്റി ചിന്തിച്ചുകൂടാ എന്നുള്ള ഒരു തിങ്കിങ് വന്നത്. അങ്ങനെ YIPയുടെ ജേർണിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ നമുക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്ന് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ YIPയുടെ ഒരു 5 lakhs ഫണ്ടിങ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു വർക്കിന് വേണ്ടി കിട്ടിയത്. അപ്പോൾ ടൈംലി ആയിട്ടുള്ള ഫണ്ടിങ്ങും മെൻറ്ററിങ് സപ്പോർട്ടും എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ അതൊരു പ്രോഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ആ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ടെസ്റ്റിങ്സും എല്ലാം ഈ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ആക്ച്വലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പം
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ YIP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഒരു നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ ഒരു കരിയറിൽ നല്ലൊരു പ്രോഡക്റ്റായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഞങ്ങളുടെ ടീമിനെ സഹായിച്ചു. താങ്ക് യു. ഹായ്, ഞാൻ സുമി, സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ PhD സ്റ്റുഡൻ്റാണ്. ഓൾസോ ഞാൻ YIP 3.0 വിന്നർ ടീമിൻ്റെ അംഗവും കൂടിയാണ്. അവർ IDS 20 YIP 2494. സോ YIPക്ക് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു ത്രെഡ് ലൈൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലൈക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കായ വറുത്തത് അല്ലെങ്കിൽ ചക്ക വറുത്തത്, ഈ പലഹാരങ്ങൾ നമുക്ക് പുറത്തേക്ക് കയറ്റി അയക്കുമ്പോഴായാലും അഥവാ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുമ്പോഴായാലും അതിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്പയറി എന്ന് പറയുന്നത് 2 months. അപ്പോൾ നമ്മൾ YIPയിൽ ഒരു ഐഡിയ ആയിട്ട് കൊടുക്കുമ്പോൾ അവർ തോട്ട് പ്രോസസ് വാസ് ലൈക്ക് ഹൗ ടു എൻഹാൻസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ദിസ് ചിപ്സ്. ഈ ഒരു തോട്ട് പ്രോസസ്സുമായി നമ്മൾ YIPക്ക് അപ്ലൈ ചെയ്തു. YIPയിലൂടെ നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സുമ മാഡം മെൻറ്ററായി കിട്ടി. ഈ മാമിൻ്റെ സപ്പോർട്ടോട് കൂടി ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് അതൊരു ഫൈനൽ പ്രോഡക്റ്റായി നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു പോളിമർ പാക്കേജിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു, വിച്ച് ഹാസ് ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. സോ YIPന്ന് കിട്ടിയ മോണിറ്ററി സപ്പോർട്ട്, അതായത് ഞങ്ങളുടെ വർക്കിന് 3 lakhs ആയിരുന്നു ഫണ്ടിങ്. ആ സപ്പോർട്ടും അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. So for future aspirants also, this is a good platform for you to explore and bloom like anything. Thank you. എൻ്റെ പേര് ജംഷിഹാസ് എന്നാണ്. YIP 3.0ലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐഡിയ കോഡ് എന്ന് പറയുന്നത് 164 ആണ്. പ്രൊജക്റ്റ് നെയിം എന്ന് പറയുന്നത് PID ബേസ്ഡ് ഓട്ടോമാറ്റിക് എഗ് ഇൻക്യുബേറ്റർ ആണ്. നോർമലി എഗ് ഇൻക്യുബേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും PID ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റേഴ്സ് ഇല്ല. അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ എയിം. അതിന് ഞാൻ ബേസിക്കലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ് സെക്ഷനാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു ബയോളജിക്കൽ സെക്ഷനോട് കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് YIP ആണ് പ്രൊവൈഡ് ചെയ്തത്. YIPയുടെ ആ ഒരു മെൻറ്റർ സപ്പോർട്ടും YIPയുടെ സാമ്പത്തിക സപ്പോർട്ടും കിട്ടിയത് കാരണം ഏകദേശം 2 ലക്ഷം രൂപയാണ് എനിക്ക് YIP തന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ഐഡിയ പുതിയൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇന്ന് നമുക്ക് ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിവൈസായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു.